അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഈ പരിശുദ്ധമായ സദസ്സിലിരിക്കാൻ അള്ളാഹു ഒരു തൗഫീഖ് എന്നില്ലേ? മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ മജ്ലിസിൽ വല്ലാത്തൊരു സന്തോഷവും ഒരു സങ്കടവും എല്ലാം നിറഞ്ഞൊരവസ്ഥ. ഇന്ന് സ്വബാഹുൽ ഖൈറിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. ഇന്നത്തെ ആ പ്രണയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ അതിൻ്റെ ബാക്കി വിഷയം പറഞ്ഞു മറ്റേ ചാനലിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒന്നാമത്തെ കമൻറ്റിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി കാണുക. ആ ചാനലും കൂടെ എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ഒരു നോട്ടത്തിലുണ്ടാവണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റായ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹിനോടുള്ള പ്രണയമൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടക്കാട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമുക്കത് ചർച്ച ചെയ്യണം. ആ പ്രണയത്തിലൂന്നിയ ഒരു നിസ്കാരം അല്പമെങ്കിലും ആസ്വദിക്കാൻ കഴിഞ്ഞോ ആർക്കെങ്കിലും? അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. റഹ്മത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. 2 വരി ബൈത്ത് മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലിയിട്ട് നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? അഹ്മദുല്ലാഹൽ വലി സല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തൗബതൻ തലബ്തു മിൻക യാ ശഫീഅൽ മുദ്നിബീൻ ثوبي طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് മദീനയിൽ കിടന്നുകൊണ്ട് നമ്മുടെ സ്വലാത്തുകൾ കാണുന്ന രാവും പകലുമല്ലേ, അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സ് നീ മാറ്റി തീർക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് നമ്മൾ ഇന്ന് പഠിച്ചു ഒരു ഇസ്മല്ലേ, അള്ളാന്റെ റഹ്മത്ത്. സബഖത്ത് റഹ്മതി ഗളബി, എൻ്റെ ദേഷ്യത്തെ, എൻ്റെ വിധിയെ, എൻ്റെ കാരുണ്യം അങ്ങ് മറികടന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കലമൊക്കെ പടച്ചിട്ട് ആദ്യമായി അർശിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയത് സബഖത്ത് റഹ്മതി ഗളബി, എൻ്റെ കാരുണ്യം എൻ്റെ ദേഷ്യത്തെ മറികടന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഈ കാരുണ്യമൊക്കെ അനുഭവിക്കുന്നത്. ആ കാരുണ്യത്തേക്കാൾ അള്ളാൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. എന്തോരം തെറ്റ് ചെയ്തിട്ടും പടച്ചോനിങ്ങനെ പുറത്ത് തരല്ലേ. നിന്നെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു അല്ലാഹു ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന ഇസ്മ നമ്മളിന്ന് പഠിച്ചില്ലേ അല്ലേ? ഞാനൊരു സംഭവം മൂസാ നബിയുടെ കാലത്ത് നടന്നത് എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു സഹോദരി വന്ന് മൂസാ നബിയോട് ചോദിക്കുകയാണ്, മൂസാ നബിയെ, എനിക്ക് വേണ്ടിയൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി നബിയെ, സന്താനങ്ങളില്ല നബിയെ, കുത്തുവാക്കുകൾ കേട്ടു മടുത്തു നബിയെ, ഒന്ന് ദുആ ചെയ്യണേ യാ കലീമല്ലാഹ്. ഇത് കേൾക്കേണ്ട താമസം മൂസാ നബി അള്ളാഹിനോട് തിരക്കാണ്, പഠിച്ചോനെ ഈ പാവപ്പെട്ട സഹോദരിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹ് പറയണ, ഇല്ല മൂസ, ഇന്നി കതബ്തുഹ അഖീം, ഞാൻ അവളെ പടച്ചതൊരു വന്ധ്യയായിട്ടാണ്. അവൾ പ്രസവിക്കൂല മൂസ, അവൾ പ്രസവിക്കില്ല മൂസ, അവളോട് ക്ഷമിക്കാൻ പറയണേ മൂസ. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അവളോട് പറഞ്ഞു, മോളെ ക്ഷമിക്ക്, നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്നാണ് അള്ളാഹ് പറയണത്, പക്ഷെ എൻ്റെ മോൾ ക്ഷമിക്ക് വലിയ പ്രതിഫലം ഉണ്ടല്ലോ. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, സാരല്ല, എൻ്റെ റബ്ബ് കാരുണ്യവാനല്ലേ, നിങ്ങൾ അള്ളാൻ്റെ നബിയല്ലേ, എനിക്ക് വേണ്ടി ഒന്ന് ചോദിച്ചോ, നിങ്ങൾ ചോദിക്കേ. അപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ മൂസാ നബിയും അനുയായികളും തമ്മിൽ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക്
അവിടെ അന്ന് കണ്ട സ്ത്രീ അത് അവിടെ നിൽക്കുന്നു. കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ മൂസാ നബി ചോദിച്ചു, അല്ല മോളി ഇത് ആരുടെ കുട്ടിയാണ്? ഇതെൻ്റെ കുട്ടിയാണ്, റിസക്കനില്ല, പടച്ചോൻ എനിക്കെന്ന കുട്ടിയാണ്. നീ നുണ പറയാണോ? അല്ല നിനക്ക് കുഞ്ഞുണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് നിനക്ക് കുഞ്ഞ് ലഭിക്കുക? ഇതെൻ്റെ കുഞ്ഞാണ് മൂസാ, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്ന എൻ്റെ പൊന്നുമോനാണ് മൂസാ. മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി, ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അല്ലാ. അതേ മൂസ, ഞാൻ കൊടുത്തതാണ്, നീ പറഞ്ഞത് സത്യം, എൻ്റെ വിധിയിൽ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ വിധിയിൽ അവൾ പ്രസവിക്കില്ല, ഞാൻ അങ്ങനെയാണ് അവളെ പടച്ചത്. പക്ഷേ അവൾ എന്നെ വിളിച്ചു മൂസ, റഹ്മാൻ റഹ്മാൻ റഹ്മാൻ, റഹീം റഹീം റഹീം. എൻ്റെ കാരുണ്യത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും മേളിച്ചു നിൽക്കുന്ന ആ നാമങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ആ വിളി കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ വിധിയെ ഞാനങ്ങ് മാറ്റി എഴുതി മൂസ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹിനോട് റഹ്മത്ത് നമുക്ക് ചോദിക്കണ്ടേ? യാ അർഹമർ റഹീമീൻ, രണ്ടുണ്ട് അതിൽ. കൽബറിഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരണം, എല്ലാ വേദനകളും നീങ്ങണം. അക്കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ 2 ഉസ്താദുമാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് ഹദിയ ചെയ്യാൻ 2 നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പറിൽ വർക്കായില്ലെങ്കിൽ മറ്റേ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക, മുമ്പ് ചെയ്തത് നോക്കണ്ട. അതായത് ഒന്നുകൂടെ ഒന്ന് നമ്പർ അടിച്ചു കൊടുത്തിട്ട് അതിൽ വരുന്ന ആ ഐ ഡിയിലേക്ക് ഹദിയ ചെയ്യാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ഹദിയടക്ക ബറക്കത്തുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവ്, അത് റഹ്മത്തിൻ്റെ പത്തിൽ അവസാനത്തെ രാവ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരണം. അതിന് ഏറ്റവും നല്ല വഴി മറ്റുള്ളവരോട് കരുണ കാണിക്കലാണ്. ബാക്കിയൊക്കെ ദ്വായൊക്കെ പിന്നെയാണ്. മറ്റുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തിൻ്റെയും അധിപനായ അല്ലാഹ് നമ്മളോട് കരുണ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ പരിശുദ്ധമായ റമളാനിൽ പ്രയാസങ്ങൾ സഹിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്യണേ, നിങ്ങൾക്ക് അല്ലാഹു എത്രയോ ഇരട്ടി തരുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലേ. ഹദിയ ചെയ്യാൻ മറക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ. കൽബിൽ തട്ടിയിട്ടൊരു 33 തവണ എൻ്റെ എല്ലാ പ്രശ്നവും എൻ്റെ റബ്ബ് മാറ്റിത്തരും. യാ അർഹമർ റഹീമീൻ, 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 يا أرحم الراحمين، 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 يا أرحم الراحمين. റഹ്മാനായ റഹീമായ അല്ലാഹ്, നിന്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാഹ്. റഹ്മത്ത് തരണേ അല്ലാഹ്, റഹ്മത്ത് തരണേ അല്ലാഹ്, റഹ്മത്ത് തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കല്ലേ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് മദീനയിൽ കിടന്നുകൊണ്ട് നമ്മളെ കാണുന്ന രാവാണ്, നമ്മളെ കാണുന്ന പകലാണ് വരുന്നത്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്നവരിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. കൽബറിഞ്ഞിട്ട് 33 തവണ ഫാത്തിമ ബീവിയുടെ സ്വലാത്ത്. കൽബും ജീവിതവും കുടുംബവും ഖബറും പരലോകവും ഒക്കെ പ്രകാശിപ്പിക്കുന്ന സ്വലാത്ത്, സ്വലാത്തു നൂർ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി,
اللهم صل على النور وأهله 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 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ തങ്ങളുടെ മദദ് ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലെ റഹ്മത്തിന്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു അസ്മാഉൽ ഹുസ്ന ഒന്ന് ചൊല്ലിയാലോ? 10 മിനിറ്റ് പോരെ? റെഡി അല്ലേ നിങ്ങൾ? എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ അല്ലാഹു തരുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ? കൽബറിഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്ന നമുക്കൊരു തവണ ചൊല്ലിയിട്ട് മുത്ത് ഹബീബിന്റെ അല്പം യാക്രമ ബൈത്തോടെ ചൊല്ലി നമുക്ക് അരക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയും ബൈത്തും ഒരുമിച്ചാണ്. ഞാൻ അതിനിടയിൽ സംസാരം വേണ്ട. അസ്മാഉൽ ഹുസ്ന ചൊല്ല, ഉടനെ മുത്ത് നബിയുടെ സ്വലാത്ത് സ്വീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല കാര്യമാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ വഹ്ഹാബ് യാ അല്ലാഹ് യാ റസ്സാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഖാബിദ് യാ അല്ലാഹ് യാ ബാസിത് യാ അല്ലാഹ് യാ ഖാഫിദ് യാ അല്ലാഹ് يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله
يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الله 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 عليه توكلوا أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الله 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 عليه توكلوا. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الله 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 عليه توكلوا. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الله 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 عليه توكلوا. ارتكبت على الخطا
غير حسر وعدد لك أشكو فيه يا سيدي خير النبي الله 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 عليه توكلوا إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ദുആവസിയത്തുകൾ വന്നിട്ടുണ്ട്, ആയിരക്കണക്കിന് ദുആവസിയത്തുകൾ ഗ്രൂപ്പുകളിൽ. പിന്നെ പ്രൈവറ്റായി വന്നതൊന്നും തുറക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് നമ്മുടെ അഡ്മിൻസ് പറഞ്ഞത്. നമ്മൾ ആ 10 മിനിറ്റ് സമയം ഉണ്ടാകും അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ടാകും നമ്മൾ രാവിലെ സ്വഭാവലറിൽ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് പ്രൈവറ്റായിട്ട് അറിയിച്ചവരൊക്കെ ഉണ്ട്. എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ആയിരക്കണക്കിന് മെസ്സേജുകൾ ഇങ്ങനെ കിടക്കായിരിക്കും. ചിലത് മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളത് അയച്ചത് അത് ഓപ്പൺ ആയില്ല എന്ന് കരുതിയിട്ട് സങ്കടപ്പെടേണ്ട കാര്യമുണ്ട്? ഇല്ല, നമ്മൾ അയച്ചു, അത് എത്തേണ്ടവനിലേക്ക് എത്തിയിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മൊത്തത്തിൽ ഇതുവരെക്കും അതൊക്കെപ്പെടും. നമ്മുടെ കൽബിൽ ആ മുറാദുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. കുറച്ച് വസിയത്തുകൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. ബാക്കിയെല്ലാം റബ്ബ് നമ്മൾ വായിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ കബൂൽ ചെയ്യുന്നവനല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ. എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാരിലേക്ക് ഹദിയ ചെയ്തവർ, റമദാൻ റിലീഫിലേക്ക് ഹദിയ ചെയ്തവർ, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പക്ക് അസുഖമാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആരക്കാൻ അല്ലാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. അതുപോലെ മഅദനി ഉസ്താദ് സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴാണെങ്കിലും നല്ല പ്രയാസമുണ്ടെന്ന് അറിഞ്ഞു. അല്ലാഹു പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, അള്ളാഹു ഹൈറായ ഭവനം കൊടുക്കട്ടെ. എക്സാമുകൾ എഴുതുന്ന കുട്ടികൾ അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. ഹിഫ്ള് പഠിക്കുന്ന, ദറസിൽ പഠിക്കുന്ന കുട്ടികളുള്ളവരുണ്ട്, മടിയും അതുപോലെ തന്നെ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയ കുട്ടികളൊക്കെ ഉണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അവരെ അള്ളാഹു ആ ഹക്കിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. മദീനയിലെത്താൻ അള്ളാഹുവെ മരിക്കുന്നതിന് മുൻപ് ആരംഭപ്പൂവിൻ്റെ ഹദ്റത്തിലേക്ക് ഞങ്ങളെ നീ പലയാവർത്തി എത്തിക്കണേ തമ്പുരാനെ. അതുപോലെ മാതാപിതാക്കളിൽ പലരും അസുഖബാധിതരാണ്, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടട്ടെ. അതുപോലെ ഭർത്താവ് ഗൾഫിലുള്ളവർ, മകൻ ഗൾഫിലുള്ളവർ, അങ്ങനെ തുടങ്ങി പലരും, കുടുംബക്കാർ, സഹോദരന്മാർ ഗൾഫിലുള്ളവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ഗർഭിണികളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. മുറാദുകൾ ഹാസുലാകാൻ അള്ളാഹു പൂർത്തിയാക്കട്ടെ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാ. മരണസമയത്ത് ഈമാൻ സലാമത്താകാൻ അള്ളാഹു ഈമാൻ സലാമത്താക്കട്ടെ. വീട് മണി പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പറമ്പ് കച്ചവടമാകാൻ അള്ളാഹു എളുപ്പമാക്കട്ടെ. സ്വാലിഹായ ഇണയെ ലഭിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, എളുപ്പമാക്കട്ടെ. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു സലാമത്ത് നൽകട്ടെ. കല്യാണം ഉറപ്പിച്ചത് ഭംഗിയായി നടത്താൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. കല്യാണം അന്വേഷിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ ഇണകൾ അള്ളാഹു നൽകട്ടെ. ഹറാമിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അങ്ങനെയൊക്കെ ദുആവസിയത്ത് ചെയ്യുന്നവരുണ്ടല്ലേ ഇക്കാലത്തും. കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമാണ്. ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഭർത്താവിൻ്റെ വിസ സംബന്ധിയായ പ്രശ്നങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. മകൻ സൗദി ജയിലിലാണ്, 6 മാസമായി എന്നാണ്. അള്ളാഹുവേ
മമ്പറും തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ നീ എത്രയും പെട്ടെന്ന് സലാമത്താക്കണേ അല്ലാ. ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ അള്ളാഹു എളുപ്പാക്കട്ടെ. ജോലി ഇല്ലാത്തവരുണ്ട് അള്ളാഹു നീ എളുപ്പമാക്കണേ തമ്പുരാനെ. സിഹർ കൊണ്ട് കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു നീ ബാത്തുലാക്കണേ അല്ലാ. പിത്തസഞ്ചിയിൽ കല്ല് അള്ളാഹുവെ നീ സലാമത്ത് നൽകണേ അല്ലാ. അതുപോലൊരു സഹോദരൻ ICUവിലാണ്, ചെറിയ മക്കളൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് ദുആവസിയത്തുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ സലാമത്ത് കൊടുക്കട്ടെ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ അള്ളാഹു നീ നന്നാക്കണേ തമ്പുരാനെ. അതുകൊണ്ട് ഞാൻ കരുതി ഉണ്ടാവില്ലെന്ന്. ഭാര്യ നന്നാകാനുണ്ട്. അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഹജ്ജിനും ഉംറക്കും തൗഫീക്ക് ലഭിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തിൽ ഒരിടം ലഭിക്കാൻ മുത്തുനബിയെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ തൗഫീക്ക് നീ നൽകണേ തമ്പുരാനെ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് വസിയത്തുണ്ട്. എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. നിൻ്റെ റഹ്മത്ത് ലഭിച്ചവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. കൽബറിഞ്ഞിട്ട് ചെറിയൊരു ദുആ അല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കട്ടെ. ഇപ്പോൾ തറാവീഹും വിത്റും മറ്റ് അമലുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കണം. ആകെ ക്ഷീണിതരായിരിക്കും എല്ലാവരും. കുറച്ച് നേരം മാത്രമല്ലേ, ചെറിയൊരു ദുആ. ഇന്നത്തെ രാത്രി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടത്തിന് കാരണമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ. നീ തഴയല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. യാ റബ്ബനാ, കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ ഖൽബിൽ നിന്നോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ. നിന്നെ സ്നേഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ പ്രണയിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ കിട്ടാച്ച കൽബാക്കല്ലേ അല്ലാ. നിന്നെ കാണാച്ച കൽബാക്കല്ലേ അല്ലാ. പടച്ചവനെ, കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളേറെയാ എന്ന് പറഞ്ഞവരുണ്ട്. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, എത്രയെത്ര അസുഖബാധിതരാണ് ഞങ്ങളിൽ, കുടുംബക്കാരിൽ, മാതാപിതാക്കളിൽ, ബന്ധുമിത്രാദികളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുള്ളത്. ക്യാൻസർ തരല്ലേ, ട്യൂമർ തരല്ലേ, അറ്റാക്ക് തരല്ലേ, മാരക രോഗങ്ങളെ തരല്ലേ. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ. അഡ്മിറ്റ് ആയവരുണ്ട്, സലാമത്ത് നൽകണേ. പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, ആസ്മ കൊണ്ട്, ആമവാദം കൊണ്ട്, അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പരിപൂർണ സൗഖ്യം നൽകണേ. ഈ മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ അല്ലാ. നീ ദൂരീകരിക്കണേ തമ്പുരാനെ. ഖൽബിന്റെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. അസൂയയും കുശുമ്പും അഹങ്കാരവും നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഖൽബിൽ തരണേ അല്ലാ. ഞങ്ങളുടെ ജീവനാക്കണേ അല്ലാ. ഖൽബിന്റെ കഷ്ണമാക്കണേ അല്ലാ. എല്ലാത്തിനുമുപരി റസൂലുള്ളാഹിനെ പ്രണയിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. മദ്യപാനികളുണ്ട്, നേർവഴിയിലാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മയക്കുമരുന്ന് പോലത്തെ അപകടങ്ങളിൽ ഞങ്ങളുടെ സന്താനങ്ങളെ, ഇണകളെ നീ പെടുത്തല്ലേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. പരീക്ഷകൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മാതാപിതാക്കളോട് അദബ് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. മക്കള് കാരണം നാണം കെടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. മക്കളില്ലാതെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, വിവാഹപ്രായമെത്തിയവരുണ്ട്,
അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. കല്യാണം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്കാരുമില്ല അല്ലാ. നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. വിസ സംബന്ധിയായി ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാ. മഅദനി ഉസ്താദിന് ശിഫാ കൊടുക്കണേ അല്ലാ. അങ്ങ് ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കാവലേകണേ അല്ലാ. ക്ഷമ നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ ഈമാനിന് മാറ്റുകൂട്ടണേ അല്ലാ. കരുണക്കടല കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബാത്തുലാക്കണേ അല്ലാ. എല്ലാ പൈശാചികതകളിൽ നിന്നും മോചനം നൽകണേ അല്ലാ. ഹറാം കലരാത്ത ഹലാലായ സമ്പാദ്യം നൽകണേ അല്ലാ. കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, മോചിപ്പിക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്നവർ മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സന്താനങ്ങളിൽ പലരും ദറസുകളിൽ ഹിഫ്ള് കോളേജുകളിൽ പഠിക്കുന്നവരാണ്. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മടിയില്ലായ്മയും നൽകണേ അല്ലാ. പടച്ചവനെ ഖുർആൻ അനുകൂലമാകുന്നവരിൽ പെടുത്തണേ അല്ലാ. റമളാൻ അനുകൂലമാകുന്നവരിൽ പെടുത്തണേ അല്ലാ. പുത്തൻവാദികളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാവലേകണേ അല്ലാ. നിന്റെ ഔലിയാക്കളുടെ മദദ് നൽകണേ അല്ലാ. ഈമാൻ അനുകൂലമാക്കണേ അല്ലാ. യാ റബ്ബനാ, മരിക്കുന്നതിന് മുൻപ് കഅബാലയം തവാഫ് ചെയ്യാൻ, നിന്റെ ഹബീബിന്റെ റൗളയൊന്ന് സിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, നിന്റെ ഹബീബിനെ കനവിലൊന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. ഹബീബിനെ കാണാത്ത കണ്ണെന്തിനാണ് അല്ലാ. ഹബീബിനെ കാണാത്ത കൽബെന്തിനാണ് അല്ലാ. അവിടുത്തെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. യാ റസൂലല്ലാഹ് ഉൻദുർ ഹാലനാ. യാ റസൂലല്ലാഹി ഇസ്മഅ ഖാലനാ. യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ. യാ റസൂലല്ലാഹി ഇസ്മഅ ഖാലനാ. കരുണക്കടലായ റബ്ബേ, ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചവനെ, നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അമലുകളില്ല അല്ലാ. കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. കുഞ്ഞുമക്കളുടെ മയ്യത്ത് കാണേണ്ടി വരുന്നൊരവസ്ഥ നൽകല്ലേ അല്ലാ. പടച്ചവനെ, നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയം, പൊന്നുമ്മക്ക് ഞങ്ങളെ വേണ്ട, ഉപ്പാക്ക് ഞങ്ങളെ വേണ്ട, ആരും ഞങ്ങൾക്കില്ലാത്ത സമയത്ത് നിന്റെ ഹബീബ്, എന്റെ ത്വബീബ്, താജ്ദാരെ മദീന, സർവരെ ആലം, സർക്കാരെ ദു ആലം, നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ വസിയ്യത്തുകൾ ഞാൻ മറന്നാലും നിനക്കറിയാമല്ലോ അല്ലാ. ഖബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر ذنوبنا يا غفار المذنبين آمين برحمتك يا أرحم الراحمين. അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സ്വഭാവം ലെയറുണ്ട്. പിന്നെ
വൈകുന്നേരം രാത്രിയിൽ നമ്മുടെ ഈ മജ്ലിസ്, പിന്നെ ഇടയിലുള്ള മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുക, ഇൽമു പഠിക്കുക. ജീവിതം റമളാൻ അനുകൂലമാകണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.